സെക്സിൽ ഒരു കഴിവുകെട്ടവന്റെ കൂടെ ജീവിച്ചാലും നിങ്ങളൊരു മദ്യപാനിയുടെ കൂടെ ജീവിക്കരുത്. അത് അയാളുടെ മാത്രമല്ല നിങ്ങളുടെ ജീവിതവും ആരോഗ്യവും കൂടെ അപകടത്തിലാക്കും. കള്ളു കുടിക്കുന്നതിനെ കുറിച്ച് മദ്യപന്മാർക്ക് പറയാൻ 100 റീസൺ കാണും. എന്നാൽ ആ വ്യക്തി ഒരു തരത്തിലും അയാളുടെയും കുടുംബത്തിന്റെയും നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യില്ല. ചെറിയ കാര്യങ്ങൾ പോലും ആ വ്യക്തിക്ക് കള്ളു കുടിക്കാനുള്ള റീസൺ ആണ്. നിങ്ങളുടെ ആരോഗ്യവും സ്നേഹവും സമയവും എല്ലാം ആത്മാർത്ഥമായി കൊടുത്തിട്ടും അയാൾ മദ്യപിക്കുന്നുവെങ്കിൽ അയാൾക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയില്ലെന്നും അയാൾക്ക് നിർബന്ധമായും ചികിത്സ ആവശ്യമാണെന്നും മനസ്സിലാക്കുക. ചികിത്സയ്ക്ക് വിധേയനാകാൻ അയാൾ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും നിങ്ങൾ അവിടെ സമർപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവാം. മാത്രമല്ല, മദ്യപാനിയുള്ള വീട്ടിൽ എന്നും കലഹവും അതിന്റെ എഫക്റ്റ് കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇനി ഇതിൽ പ്രതീക്ഷിക്കേണ്ടതും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തതും പണ്ടെങ്ങാണ്ടോ ഉണ്ടായിരുന്നതും നിലവിലില്ലാത്തതുമായ അവിഹിത കഥകൾ നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടേക്കാം. നിങ്ങളൊരു മോശം സ്ത്രീയാണെന്നും അതിനാൽ അവളെ ഞാൻ ഉപേക്ഷിച്ചതാണെന്നും ഗോസിപ്പുകൾ വന്നേക്കാം. ഒരു വേശ്യയ്ക്ക് സമമായ മോശം വാക്കുകൾ അയാളുടെ വായിൽ നിന്നും കേട്ടേക്കാം. അത് കേൾക്കുമ്പോൾ ജീവൻ പറഞ്ഞ വേദന അനുഭവിച്ചു അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായ നിങ്ങളുടെ ഹൃദയം മുറിഞ്ഞു ചോര വന്നേക്കാം. ആരോഗ്യം നശിച്ച ഇപ്പോഴും നടുവേദന അനുഭവിക്കുന്ന അയാളുടെ രതി വൈകൃതങ്ങൾക്ക് പാത്രമാകേണ്ടി വന്ന നിങ്ങളുടെ പാതിവൃത്യം നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിയേക്കാം. പക്ഷെ ഓർക്കുക, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ദൈവത്തിനും അറിയാം. നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്നുവെങ്കിൽ മറ്റാരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. മാത്രമല്ല, നിങ്ങൾ ഈ ബന്ധം തുടർന്നാൽ നിങ്ങളുടെ മക്കളുടെ ഭാവി പോലും വെള്ളത്തിൽ വരച്ച വര പോലെയാകും. അതൊരു മകനാണെങ്കിൽ നാളെ അവരുടെ ലൈഫിൽ വരുന്ന പെൺകുട്ടി ഇതേപോലെ അനുഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇനി ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടോ സർവം സഹിച്ചോ അവളുടെ ഭർത്താവിനാൽ നരകിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മക്കളെ പ്രാപ്തരാക്കുക. ഓർക്കുക, ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ പ്രതികരിക്കണമെന്നും ഒരു യൂണിവേഴ്സിറ്റിയും പഠിപ്പിച്ചോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അത് പഠിപ്പിക്കേണ്ടത് പ്രൊഫസർമാരായ മാതാപിതാക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് പ്രൊഫസർമാർ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്നോ കള്ളിന്റെ മണമില്ലാതെ ഉറങ്ങാമെന്നോ ഭയത്തോടെ അല്ലാതെ നേരം വെളുപ്പിക്കാമെന്നോ നിങ്ങൾ കരുതേണ്ട. സമൂഹമോ ആളുകളോ എന്തു പറയുമെന്നോ നിങ്ങൾ നോക്കേണ്ടതില്ല. അവരാരും നിങ്ങൾക്കും മക്കൾക്കും ചിലവിന് തരില്ല. നിങ്ങൾക്ക് മനസ്സമാധാനമായി ഉറങ്ങണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം. ദീദിയാമി, താങ്ക് യു.